ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്ക് പിന്തുണ ആവർത്തിച്ച് ഒമാൻ. ആഗോള സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി ഒമാൻ. എയർബസ് സാങ്കേതിക തകരാർ മുന്നറിയിപ്പുമായി സലാം എയർ. സീബിൽ വീടുകളിൽ മോഷണം പ്രതിപിടിയിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഫലസ്തീൻ ജനതയുടെ സ്വത്തവകാശങ്ങൾക്കും സ്വയം നിയന്ത്രണാവകാശത്തിനും ഒമാൻ വീണ്ടും ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ചു. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ദിനം ആചരിക്കവേ ഹേഗിൽ നടന്ന കൺവെൻഷനിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒമാൻ സ്ഥിര പ്രതിനിധി ഇദ്രീസ് അബ്ദുറഹ്മാൻ അൽ കഞ്ചാരിയാണ് ഒമാൻ സുൽത്താനേറ്റിന്റെ നിലപാട് ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് മുമ്പിൽ ആവർത്തിച്ചത്. 1967 ജൂൺ 4 അതിർത്തി നിശ്ചയിച്ച കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമാണെന്ന് ഒമാൻ വ്യക്തമാക്കി. ആഗോള സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി ഒമാൻ മാറുന്നു. ഒമാനിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയതായാണ് പുതിയ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഈ വർഷം ആഗസ്റ്റ് വരെയുള്ള കാലയളവിലെ സഞ്ചാരികളുടെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ടൂറിസം മേഖലയിൽ ഒമാന്റെ മുന്നേറ്റം കാണിക്കുന്നത്. ഒമാനിലേക്കുള്ള അന്താരാഷ്ട്ര സഞ്ചാരികളുടെ വരവ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 7% വർദ്ധിച്ചു. അതോടൊപ്പം ഒമാന്റെ ടൂറിസ്റ്റ് ഇടങ്ങൾ സംബന്ധിച്ച് ആഗോളതലത്തിൽ ഓൺലൈൻ സെർച്ചിങ്ങിൽ 43% വർധനവും രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ശക്തമായ വളർച്ചാ സൂചനയാണ് ഇത് നൽകുന്നത്. എയർബസ് A320 ശ്രേണിയിലെ വിമാനങ്ങളിലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ തകരാറ് മൂലം ആഗോളതലത്തിൽ വിമാന ഷെഡ്യൂളുകളിലെ മാറ്റം സലാം എയർ സർവീസുകളെയും ബാധിച്ചു. സലാം എയറിന്റെ ഏതാനും വിമാന സർവീസുകൾക്ക് താൽക്കാലിക തടസ്സം നേരിടാൻ സാധ്യതയുണ്ടെന്നും ഞായറാഴ്ചയോടെ സർവീസുകൾ സാധാരണ നിലയിൽ തിരിച്ചെത്തുമെന്നും സലാം എയർ അധികൃതർ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും തടസ്സം നേരിടുന്ന വിമാനങ്ങളിലെ യാത്രക്കാരെ വിവരങ്ങൾ നേരിട്ട് അറിയിക്കുമെന്നും സലാം എയർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. സീബിൽ നിരവധി വീടുകളിൽ മോഷണം നടത്തിയ പ്രതിയെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി. സീബ് വിലായത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നാണ് ഇയാൾ സാധന സാമഗ്രികൾ മോഷ്ടിച്ചത്. പ്രതിക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.